السلام عليكم ورحمة الله تعالى وبركاته. الحمد لله وكفى وسلام على عباده الذين اصطفى أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب. الحمد لله. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിലെ സർവ്വ അപരാധങ്ങളും കരുണക്കടലായ പടച്ചുറബ് അവൻ്റെ കരുണ കൊണ്ട് അവൻ്റെ ഔദാര്യം കൊണ്ട് അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ഇനിയുള്ള കാലം അള്ളാഹുവിൻ്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിച്ച് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ കടങ്ങളെല്ലാം തീർത്ത് ഈമാനോടുകൂടി വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒരു ഷഹീദിനെ പോലെ മരണപ്പെടാൻ കാരുണ്യവാനായ പടച്ചുറബ് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാർ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ. ഒരു ദിവസം പോലും മുടങ്ങാതെ മാസങ്ങളായിട്ട് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുവചനങ്ങൾ പഠിക്കുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും അത് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാർ, അള്ളാഹു മരിക്കുന്ന സമയം ഈ നന്മകളുടെ പ്രതിഫലം കണ്ടു മരിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, നാം ഇന്ന് പഠിക്കുന്ന ഹദീസ് നബി ഉമാമത്ത റളിയല്ലാഹു തആല അൻഹു അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇന്ന അഗ്ബള ഔലിയാഇ عندي لمؤمن خفيف الحادي ذو حظ من الصلاة أحسن عبادة ربه وأطاعه في السر وكان غامضا في الناس لا يشار إليه بالأصابع وكان رزقه كفافا فصبر على ذلك ثم نقر بالإصبعيه فقال عجلت منيته قلت بواقيه കല്ല തുറാസു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി അബൂ ഉമാമ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, എൻ്റെ സുഹൃത്തുക്കളിൽ എനിക്ക് ഏറ്റവും താല്പര്യമുള്ള വ്യക്തി ഒരു മുഅ്മിനാണ്. അവൻ്റെ മേൽ ഭൗതിക സാധനങ്ങളും സാമഗ്രികളും ബാധ്യതകളുടെയും വലിയ ഭാരമൊന്നുമില്ല. മഹാനവറുകൾ അവിടെ നിന്ന് പറയുന്നു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി, എൻ്റെ സുഹൃത്തുക്കളിൽ എനിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള വ്യക്തി ഒരു മുഅ്മിനാണ്. അവൻ്റെ മേൽ ഭൗതികപരമായിട്ടുള്ള ഒരു ബാധ്യതയുടെയും വലിയ ഭാരമൊന്നുമില്ല. സുന്നത്ത് നമസ്കാരങ്ങൾ ധാരാളമായി നമസ്കരിക്കുന്നവനും രക്ഷിതാവിൻ്റെ ഇബാദത്തുകൾ നന്നായി അനുഷ്ഠിക്കുന്നവനുമാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ദുനിയാവിൻ്റെ ഒരു ഭാരവുമില്ലാത്ത ഒരു മുഅ്മിൻ. ആ മുഅ്മിൻ എന്ന് പറഞ്ഞാൽ സുന്നത്ത് നമസ്കാരങ്ങൾ ധാരാളമായിട്ട് അവൻ ചെയ്യും. അതുപോലെ രക്ഷിതാവിനുള്ള ഇബാദത്തുകൾ നന്നായി അനുഷ്ഠിക്കുന്നവനുമാണ്. നന്മകൾ ബാഹ്യമായി അനുഷ്ഠിക്കുന്നത് പോലെ ഏകാന്തതയിലും അവൻ നിർവഹിക്കുന്നു. ജനങ്ങളുടെ മുന്നിലല്ല, ബാഹ്യമായി അവൻ ചെയ്യുന്നത് പോലെ ഏകാന്തതയിലും പടച്ച റബ്ബുമായിട്ടുള്ള ആ ഒരു ബാധ്യതകൾ അവൻ നിർവഹിക്കുന്നവനാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ജനങ്ങൾക്കിടയിൽ അവൻ അറിയപ്പെടാത്തവനാണ്. അവനിലേക്ക് വിരൽ ചൂണ്ടപ്പെടുന്നതല്ല. അതായത് അവനൊരു വലിയ പ്രശസ്തനോ അറിയപ്പെടുന്നവനോ ഒന്നുമല്ല. ജീവിതം കഴിച്ചുകൂട്ടാനുള്ള വിഭവങ്ങൾ മാത്രമേ അവൻ്റെ കയ്യിലുള്ളൂ. അവൻ അതിൽ ക്ഷമിച്ച് സംതൃപ്തനായി കഴിയുന്നു. എന്തെങ്കിലും വസ്തു പെട്ടെന്ന് നഷ്ടപ്പെട്ടുവാൽ വിരൽ കുടയുന്നവനെ പോലെയല്ല. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അവനൊരു പാവപ്പെട്ടവനാണ്. അവൻ എല്ലാവരും അറിയപ്പെടുന്നവനല്ല. അവൻ ഒരുപാട് സമ്പത്തോ മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ ഇനി എന്തെങ്കിലും അവൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയാൽ കൈവായിക്കകത്തിട്ടിങ്ങനെ കടിച്ചു കുടയുക, എല്ലാം പോയല്ലോ എന്നുള്ള അങ്ങനത്തെ ഒരു അവസ്ഥയും ഒന്നുമില്ലാത്ത മനുഷ്യനാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ കൈ കുടഞ്ഞു കാണിച്ചു എന്ന് ചരിത്രം പറയുന്നു. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അവൻ പെട്ടെന്ന് മരിച്ചുപോയി. അവനെക്കുറിച്ച് കരയുന്നവർ കുറവായിരുന്നു. അവൻ്റെ അനന്തര സ്വത്വം വളരെ തുച്ഛമായിരുന്നു എന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകൻ വലിയൊരു ഉദാഹരണത്തോടുകൂടിയാണ് ഒരു സംഭവം നമുക്ക് വിവരിച്ചു തരുന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എൻ്റെ സുഹൃത്തുക്കളിൽ എനിക്ക് ഏറ്റവും താല്പര്യമുള്ള വ്യക്തി ആരാണെന്ന് പറഞ്ഞപ്പോൾ അതൊരു മുഅ്മിനാണ്. അവന് വലിയ സമ്പത്തില്ല, അവൻ ആർഭാടങ്ങളില്ല, അവൻ അറിയപ്പെടുന്നവനല്ല, അവന് സ്ഥാനമാനങ്ങളില്ല, അവൻ സുന്നത്തായ ഇബാദത്തുകൾ അധികമായി ചെയ്യും. അതുപോലെ രഹസ്യവും പരസ്യവുമായിട്ട്
രഹസ്യമായിട്ട് പരസ്യമായി ചെയ്യുന്നത് പോലെ തന്നെ രഹസ്യമായിട്ടും അള്ളാഹുവുമായിട്ടുള്ള ബാധ്യതകൾ അവൻ നിർവഹിക്കുന്നവനാണ്. അവൻ മരിച്ചു കഴിഞ്ഞാൽ ഒന്ന് കരയാൻ പോലും അവൻ്റെ ആളല്ല, എന്നിട്ട് അവന് അനന്തര സ്വത്തില്ല. അതുമാത്രമല്ല, എന്തെങ്കിലും ജീവിതത്തിൽ നഷ്ടങ്ങൾ വരുമ്പോൾ നഷ്ടപ്പെട്ടു പോയി തോർത്തിട്ട് അവൻ ഇങ്ങനെ കൈകുടയാറില്ല. ഇങ്ങനെയുള്ള ഒരു മനുഷ്യൻ, ആ മനുഷ്യനെയാണ് പ്രവാചകൻ വല്ലാതെ ഇഷ്ടപ്പെട്ടത് എന്ന് ഈ ഹദീസ് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അങ്ങനെയുള്ളവർ നമ്മളുടെ ഇടയിൽ വളരെ കുറവാണ്. നമ്മളുടെ ഇടയിൽ വളരെ കുറവാണ്. കാരണം എല്ലാവരും അവർ അറിയപ്പെടണം, വലിയ ആളാകണം, ആൾ കൂടെ ഉണ്ടാകണം, പബ്ലിസിറ്റി ആഗ്രഹിക്കുന്നവർ എൻ്റെ പ്രിയപ്പെട്ടവരെ എങ്കിൽ പരസ്യമായി ഇബാദത്തുകൾ ചെയ്യും, രഹസ്യമായി വളരെ കുറവാണ് ചെയ്യുന്നത്. ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ, ജീവിതത്തിലേക്ക് നഷ്ടങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും കടന്നു വരുമ്പോൾ പെട്ടെന്ന് അതിന് ആവലാതിപ്പെടുക, ടെൻഷൻ അടിക്കുക, എല്ലാം നഷ്ടപ്പെട്ടു പോയി ഓർത്ത് ഖേദിക്കുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരിക്കലും ഒന്നുമല്ല. ഇതെല്ലാം പടച്ച റബ്ബിൻ്റെ തീരുമാനങ്ങൾ. ജീവിതത്തിൽ സന്തോഷമാകട്ടെ, ദുഃഖമാകട്ടെ, നഷ്ടമാകട്ടെ, ലാഭമാകട്ടെ, പ്രയാസമാകട്ടെ, ദുരിതങ്ങളാകട്ടെ, എന്തുമാകട്ടെ, ഇതെല്ലാം അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നാണെന്നുള്ള ഒരു വിശ്വാസം എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഉറപ്പിക്കണം. കാരണം നമുക്ക് ഓർമ്മയുണ്ട്, ഈമാൻ കാര്യങ്ങൾ 6 എണ്ണമാണ്. ആ ഈമാൻ കാര്യങ്ങൾ 6 എണ്ണം വായിച്ചു നോക്കിയാൽ തന്നെ ഏകദേശം നമുക്ക് മനസ്സിലാക്കേണ്ട പല കാര്യങ്ങളും അതിനകത്ത് പഠിക്കാനുണ്ട്. അതിനകത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, വൽഖദിരി ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല, നന്മയും തിന്മയും അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നാണ് ഉണ്ടാകുന്നത് എന്നുള്ള വിശ്വാസം. ആ വിശ്വസിക്കുന്നവനാണ് യഥാർത്ഥ വിശ്വാസി, അവനാണ് ഒരു യഥാർത്ഥ വിശ്വാസി ആകൂ എന്ന് ഹദീസുകൾ നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ നമ്മളിൽ പലരും അത് മറന്നു പോകുന്നു എന്നുള്ളതാ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ. അതുകൊണ്ട് ഇന്നത്തെ ഹദീസിലൂടെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗത്തെ പരിചയപ്പെടുത്തിയത് എൻ്റെ പ്രിയമുള്ളവരെ, അവരാഘോഷങ്ങളും ആർഭാടങ്ങളും എല്ലാം മാറ്റിവെച്ച് അള്ളാഹുവിൻ്റെ തൃപ്തിക്കും പൊരുത്തത്തിനുമായി ജീവിക്കുകയും ജീവിതത്തിൽ അമിതമായി സുന്നത്തുകൾ അമിതമായി ചെയ്യുകയും രഹസ്യമായിട്ടും പരസ്യമായിട്ടും ഇബാദത്തുകൾ ചെയ്യുകയും അള്ളാഹുവുമായിട്ടുള്ള ബാധ്യതകളെല്ലാം പരിപൂർണമാക്കുകയും എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി ജീവിക്കുകയും പടച്ച റബ്ബിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പരീക്ഷണങ്ങൾ കടന്നു വരുമ്പോൾ അത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ് എന്ന് കരുതി ക്ഷമിക്കുകയും അതിനു പകരം അള്ളാഹു എനിക്ക് പ്രതിഫലം തരുമെന്നുള്ള വിശ്വാസത്തോടുകൂടി ജീവിക്കുന്ന മനുഷ്യനെ കുറിച്ചാണ് ഹദീസ് നമുക്കിന്ന് പഠിപ്പിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഇഷ്ടപ്പെടുന്നവരുടെ കൂട്ടത്തിൽ, അള്ളാഹു ഇഷ്ടപ്പെടുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളും രോഗങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും അള്ളാഹു മാറ്റിത്തരുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവ് ഒരുപാട് സ്വലാത്തുകളും സ്വലാമുകളും മദ്ഹുകളും മൗലിദുകളും പാരായണം ചെയ്യേണ്ട രാവ്. മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ റൗദാ ശരീഫിലേക്കും മലക്കുകൾ നമ്മളെ കുറിച്ച് പറയുന്ന ദിനം, നമുക്ക് പ്രവാചകൻ സലാം പറയുന്ന ദിനം, നമ്മുടെ മാതാപിതാക്കളെ കുറിച്ച് റൗദയുടെ മുന്നിൽ ചെന്ന് മലക്കുകൾ പറഞ്ഞു കൊടുക്കുന്ന രാവ്. എൻ്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവ് നമുക്ക് ഇന്നത്തെ രാത്രി ഇബാദത്തുകൾ കൊണ്ട് അലങ്കരിക്കാൻ കഴിയണം. ഉറങ്ങി പാഴാക്കി സമയങ്ങൾ കളയാതെ രാത്രി എത്ര നമുക്ക് നന്മകൾ ചെയ്യാൻ കഴിയുമോ നന്മകൾ അധികമായി ചെയ്യുകയും, നാളെ വെള്ളിയാഴ്ച ദിവസമാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രാവിലെ സുബഹി നമസ്കരിക്കാൻ എഴുന്നേറ്റു, തഹജ്ജുദ് നിസ്കരിച്ചു, സുബഹി നിസ്കരിച്ചു, ഒരുപാട് സൂറത്തുൽ കഹ്ഫ് ഓതി, അതുപോലെ തന്നെ തസ്ബീഹ് നിസ്കാരങ്ങൾ, നല്ലതുപോലെ കുളിച്ച് നല്ല വസ്ത്രം ധരിച്ച് സുഗന്ധം തേച്ച് നേരത്തെ പള്ളിയിൽ പോയി ആ വെള്ളിയാഴ്ചയുടെ പരിപൂർണ പ്രതിഫലം നേടിയെടുക്കാൻ കഴിയുന്ന ദിവസം പാഴാക്കി കളയരുത്. അള്ളാഹു നമുക്കതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലപ്പെട്ട ദുആയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും ഇതിനൊക്കെ വേണ്ടി കഷ്ടപ്പെടുന്ന ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാർ എല്ലാവർക്കും ദുആ ചെയ്യണമെന്ന വസിയ്യത്തോടെ വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.